കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്, ഒരുപാട് കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന കോഴ്സുകളിൽ ഒരുപാട് പോസിറ്റീവ് ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാവും. അതിൽ സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ട നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? സാറ് പറഞ്ഞ പോലെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം വെച്ചെങ്കിൽ ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇന്ത്യയിൽ വളരെയധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ള ആവശ്യങ്ങളുണ്ട്. ഗവൺമെന്റ് കോളേജ് മാത്രം നോക്കി എല്ലാ കുട്ടികളും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയിലത്തെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി വളരെ വലുതായിട്ട് വന്നിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ ഗവൺമെന്റ് കോളേജസ് വളരെ കുറഞ്ഞ ഫീസിലും ഈ പറഞ്ഞ ചെറിയ പ്രൈവറ്റ് കോളേജസ് അല്ലെങ്കിൽ സെൽഫ് ഫൈനാൻസിംഗ് ആയിട്ടുള്ള കോളേജുകൾ ഒരു ഇടത്തരം ഫീസിലും, ഡീംഡ് കോളേജുകളൊക്കെ വലിയ ഹൈ എൻഡ് ആയിട്ടുള്ള ഫീസിലൊക്കെ ഫീസ് മേടിച്ച് ഈ പറയുന്ന എഡ്യൂക്കേഷന്റെ റിക്വയർമെന്റ് ഒരു പക്ഷേ മീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പഠിക്കാൻ സാഹചര്യമില്ലാത്തതിന്റെ പേരിൽ, അതായത് നമ്മുടെ കയ്യിൽ പഠിക്കാൻ സീറ്റുകൾ ഇല്ലാത്തതിന്റെ പേരിൽ പഠിക്കാൻ പറ്റാതിരിക്കാൻ അവസരം ഇപ്പോൾ ഇന്ത്യയിൽ പൊതുവെ മെഡിസിന് മാത്രം അത് ബാധകം. മറ്റുള്ള പ്രൊഫഷൻസിലൊക്കെ അവർക്ക് ബേസിക്കലി പഠിക്കാൻ സീറ്റുകൾ അവൈലബിൾ ആണ്. പക്ഷെ അവർക്ക് കിട്ടുന്ന എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ട് മാറി. എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫീസിന്റെ കാര്യം തന്നെയാണ്. ബേസിക്കലി ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കാനായിട്ട് 30 ലക്ഷം രൂപയൊന്നും ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. യൂണിവേഴ്സിറ്റികൾ, കോളേജസ് ഒക്കെ എഞ്ചിനീയറിംഗിന്റെ കോഴ്സിന് 10 ലക്ഷം രൂപ ഡൊണേഷൻ മേടിക്കുന്നുണ്ട്. ഫീസ് 5 ലക്ഷം രൂപയൊക്കെ ആയിട്ട്. അവര് ഒരു 4 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ ഫീസും ഡൊണേഷനും മാത്രമായിട്ട് 30 ലക്ഷം രൂപയാണ്. അവരുടെ ഹോസ്റ്റലിന്റെ ഫീസ്, ഫുഡിന്റെ ഫീസ് എക്സ്ട്രാ. ഇത്രമാത്രം പൈസ സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു പാരന്റിന് ഉണ്ടോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക്കലി ഇത്രമാത്രം പൈസ കൊടുത്ത് ഇന്ത്യയിൽ തന്നെ പഠിക്കുന്നത് വാശി പിടിക്കണോ, അതോ ഇതിനേക്കാൾ നല്ല IIT സ്റ്റാൻഡേർഡ്സ് ഉള്ള അല്ലെങ്കിൽ IIM സ്റ്റാൻഡേർഡ്സ് ഉള്ള ഗവൺമെന്റ് കോളേജുകളിൽ യൂറോപ്പിൽ പഠിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതും ഫ്രീ ആയിട്ട്, ചില കോളേജുകളൊക്കെ ചിലപ്പോൾ 2-3 ലക്ഷം മേടിച്ചെന്ന് വരാം. അത്രയേ ഉള്ളൂ ചെലവ്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സമാധാനപരമായിട്ട്, ടെൻഷൻ ഇല്ലാതെ, സ്ട്രെസ് ഫ്രീ ആയിട്ട് ജോബ് റെഡി ആക്കി മാറ്റാൻ പറ്റുന്നെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ ചിന്തിക്കുന്നില്ലേ നല്ലത്?